ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ, ഞാൻ ഫ്രാൻസിസ് കൂരോത്ത്. ചില്ല എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. നമ്മളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്നുള്ളത് നല്ല വാർത്ത തന്നെയാണത്. സന്തോഷകരമായ ഒരു വാർത്തയാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മളെ ഒരുവൻ ചൂഷണം ചെയ്തിട്ട് അവൻ പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ പോക്കറ്റിലുള്ളത് കൂടി കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞ പോലെയാണോ ഇതൊന്നും. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ സ്ഥിരം കാണാറുണ്ട് ഓരോ പ്രമുഖ ബ്രാൻഡ് കറി പൗഡറുകളുടെ കമ്പനികളിൽ നിന്നും ഇത്ര ടൺ മായം ചേർത്ത കറി പൗഡർ പിടിച്ചെന്നും അത് ഒരുമാതിരിപ്പെട്ട പേരുകെട്ട എല്ലാ കമ്പനിയുടെയും കേട്ടിട്ടുണ്ടെന്നുള്ളതാണ് രസം. പക്ഷേ ഈ പിടിക്കപ്പെടുന്നതിന്റെ തലേ ദിവസങ്ങളിലോ പിറ്റേ ദിവസങ്ങളിലോ ഒന്നും ഇത് മാർക്കറ്റിൽ നിന്നും മാറുന്നതായി കണ്ടിട്ടില്ല. എന്നും ഇത് നമുക്ക് ലഭ്യമാണ് ഏത് കടയിൽ ചെന്നാലും. അതുപോലെ തന്നെയാണ് ബോർഡറിൽ 2-3 വണ്ടി മീൻ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കാണാം. പക്ഷേ ഇത് സുലഭമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ അന്നേരം വന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ മായം ചേർത്ത മീൻ തന്നെയാണ് കിട്ടുന്നത്. നമുക്കിത് കഴിക്കുമ്പോൾ അറിയാം. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിച്ചിരുന്ന മീനിന്റെ രുചിയല്ല ഇപ്പോൾ ഉള്ളത്. ആ രുചി വ്യത്യാസത്തിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം ഇത് മായം ചേർന്ന മീനാണ് അല്ലെ പഴകിയ മീനാണെന്നുള്ളത്. പക്ഷെ അതൊന്നും തടയാൻ നമ്മുടെ നിയമവകുപ്പിന് സാധിക്കുന്നില്ല. അതുപോലെ പച്ചക്കറികൾ, നമ്മൾ ഏറ്റവും വിഷം നിറഞ്ഞ പച്ചക്കറികളാണ് നമ്മൾ കഴിക്കുന്നത്. കേരളത്തിന് പ്രൊഡക്ഷൻ കുറവായതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വരുന്ന പച്ചക്കറിയാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ഒരു കാര്യം അതിനിടയ്ക്ക് പറയാം, ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഈ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ പ്രൊഡക്ഷൻ ഈ പ്രാവശ്യം ചിലപ്പോൾ മാറിപ്പോകും. ഈ പ്രാവശ്യമല്ല, മുന്നോട്ടുള്ള കാലങ്ങളിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം 1-2 വർഷം കൊണ്ട് മാറാൻ പോകുന്നതല്ല. അപ്പം നമ്മളിവിടെ ഈ പെട്ടെന്ന് നമ്മൾ സ്വന്തമായിട്ട് കൃഷി രീതികൾ തുടങ്ങിയില്ലെങ്കിൽ, പോളി ഹൗസ് ഫാമിംഗ് പോലുള്ള രീതികൾ തുടങ്ങി നമ്മൾ കൃഷി ഇവിടെ ആരംഭിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഒരുപക്ഷെ ചിലപ്പോൾ പട്ടിണിയും അനുഭവിക്കേണ്ടി വന്നേക്കാം. കാരണം പുറത്തുനിന്നുള്ള പച്ചക്കറിയൊക്കെ ഒരുപക്ഷെ വരാതിരുന്നേക്കാം. അപ്പോൾ അത് തന്നെ നമ്മളിവിടെ പോളി ഹൗസൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറികൾ കഴിക്കാം, വിഷമില്ലാത്ത കഴിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ലതാണത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചാൽ ആരോഗ്യമുള്ളൊരു തലമുറ ഉണ്ടാവും. അതുപോലെ പച്ചവെള്ളം, അതിൻ്റെ അകത്തും ലോകത്ത് കേട്ടിട്ടുള്ള ബാക്ടീരിയ മുഴുവൻ ഉണ്ട് ഈ പച്ചവെള്ളത്തിൽ, സകല ബ്രാൻഡിനും. അതും കുറച്ച് കഴിയുമ്പോഴല്ല, അതൊന്നും ഒരു ദിവസം പോലും മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ സ്ഥിരം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ മായം ചേർത്ത് ഇതിനെല്ലാം പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പെട്ടെന്ന് തന്നെ വെളുക്കുന്നുണ്ട്. ഈ മായം എല്ലാം അപ്രത്യക്ഷമാകുന്ന എന്തോ ഒരു മാജിക് ഇവിടെ നടക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഈ വിഷം ചേർന്ന പച്ചക്കറികളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ കറിപ്പൗഡറുകളാണ് ഉപയോഗിക്കുന്നത്, പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ രോഗികളാകുകയാണ്. നമ്മളെക്കാൾ മുന്നേ നമ്മുടെ കുഞ്ഞുങ്ങൾ രോഗികളാകുകയാണ്, മാറാരോഗികളായി മാറുകയാണ്. നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ കുറച്ചെങ്കിലും നല്ല ആഹാരം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങൾ ജനിച്ചപ്പോൾ മുതൽ ഈ വിഷമാണ് കഴിക്കുന്നത്. ഈ വിഷം കഴിച്ച് ഇതുങ്ങൾ മാറാരോഗികളായി നമ്മളും കുഞ്ഞുങ്ങളും ഒക്കെ ആശുപത്രികളിലേക്ക് പോകേണ്ടി വരികയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് അല്ലെങ്കിൽ ആശുപത്രിയുടെ പേരനുസരിച്ച് ചിലപ്പോൾ കിടപ്പാടം കൂടി വിൽക്കേണ്ടി വരും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളെ ഒരുവനെ കൊള്ളയടിച്ചിട്ട് ലോഹ്യത്തിൽ തോന്നിട്ട് അവന്റെ പോക്കറ്റിലുള്ളതും കൂടി അടിച്ചുകൊണ്ട് പോകുന്ന രീതി പോലെ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഭക്ഷണ രംഗത്ത് അല്ലെങ്കിൽ ഭക്ഷ്യകാര്യത്തിൽ നമ്മുടെ അതിന്റെ അതാത് വകുപ്പുകൾ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ, അതല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് ഈ നമ്പർ 1 ആരോഗ്യ കേന്ദ്രം എന്നുള്ള പദവിയുടെ ആവശ്യം വരത്തില്ല. മുട്ടിന് ഇപ്പോൾ പറയുന്നത് RCC സെന്റർ വേണമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ്. കാരണം നമ്മൾ അതുപോലെ ക്യാൻസർ രോഗികളായി എന്നുള്ളതാണ്. അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമ്മൾ പ്രതികരിക്കണം. നമ്മൾ ഒന്നായി നിന്നിട്ട് നമ്മുടെ ജനത്തെ രക്ഷിക്കാൻ നോക്കണം. അപ്പോൾ എല്ലാവരും ഈ കാലത്ത് ഒരുമിച്ച് നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.